നമ്മളിന്ന് ചൂച്ചു ചാൾസിനെ കണ്ടുപിടിക്കാൻ പോവാണ്. എല്ലാവർക്കും എൻ്റെ ഒരിക്കൽ കൂടെ തീ പോലെ വെള്ളത്തിൽ പോരാട്ടോ ചാനലിലേക്ക് സ്വാഗതം. ഈ ഇൻട്രോ പറഞ്ഞിട്ട് ഞാൻ എത്ര കാലമായെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഓക്കെ, നമുക്ക് ചൂച്ചു ചാളിനെ കാണാൻ പോവാം. ഓക്കെ, അല്ല ഫ്രാങ്ക്ലി കോട്ട് സ്യൂട്ടൊക്കെ ഇട്ടിട്ടാണ് ചൂച്ചു ചാളിനെ കാണാൻ പോകുന്നത്. പൈസ എടുത്തിട്ടുണ്ട്. ചൂച്ചു ചാൾസിൻ്റെ അടുത്ത് ഫ്രാങ്ക്ലിന് കുറച്ച് കടമുണ്ടായിരുന്നു. അത് തീർക്കാനാണ് ഫ്രാങ്ക്ലി പോകുന്നത്. കുറച്ച് കടം ഉണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് പോയേക്കാം ചൂച്ചു ചാൾസിൻ്റെ അടുത്ത്. ചൂച്ചു പണ്ട് ഞാൻ ഒരു ചൂച്ചു ചാൾസിൻ്റെ പാട്ട് ഇറക്കിയാണ്. എന്തോന്നിട്ട് ചൂച്ചു ചാൾ ക്യൂട്ടി ചൂച്ചു ചാൾസ് എന്നാണ് ഷിൻചാനെ. അണ്ണോ ഒന്ന് പറയണോ, ചൂച്ചു ചാൾസിന് കടമില്ലായിരുന്നോ? ചൂച്ചു ചാൾസ് ഇന്ന് വീട്ടിൽ വരും. അവൻ്റെ അടുത്ത് വിളിച്ചോളൂ, നിൽക്ക് വീട്ടിൽ വരണം, ഞാൻ അങ്ങോട്ട് വന്നോളാൻ പറ. ഓക്കെ അണ്ണോ. ഞാൻ പണ്ട് കണ്ടുപിടിച്ച പാട്ട് കേൾക്കണോ ഞാൻ? ഓക്കെ അണ്ണോ. ചൂച്ചു ചാൾ ക്യൂട്ടി ബൂട്ടി സ്കേറി ചൂച്ചു. ഓക്കെ അണ്ണോ, കൊള്ളോണ്ണോ. ഒന്നിനങ്ങോട്ട് പോകുന്നു. ചൂച്ചു ചാളിൻ്റെ അടുത്താടാ പോകുന്നത്, ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ അണ്ണോ, ഒന്ന് പോയിട്ട് വാ. നിന്റെ സൗണ്ട് ഇവിടെ വരെ കേൾക്കാമല്ലോടാ. ഞാൻ ഒത്തിരി തിന്നുന്നുണ്ടോ? ഓക്കെ എനിക്ക് പനിയാണ് കേസത്. ഓക്കെ നമുക്ക് ചൂച്ചു ചാളുണ്ട് ഇവിടെ ഈ റെയിൽവേ പാളത്തിലാണ് ചാൾ. ഇവൻ ആരാണ്? ചൂച്ചു ചാൾ വരും ഇപ്പം കാണാം. ആരാടാ നീ? ഞാൻ കോഫി എടുക്കുന്ന ഒരു സെക്യൂരിറ്റി. നീ സെക്യൂരിറ്റി ആണോടാ? അയ്യോ സെക്യൂരിറ്റി അല്ല, ഒരു സൂട്ടും കൂട്ടിട്ട് കോഫി എടുക്കുന്ന ഒരു പാവം റിച്ച്മാൻ പാവല്ല, റിച്ച്മാൻ ഇതാ വില്ലൻ. തോങ്കളും ക്യൂട്ട് സൂട്ട് ഇട്ടേക്കുന്നു. അത് എനിക്ക് അത് 1000 രൂപയുടെ കോട്ട. അത്ര പൈസ ഇല്ല, ഞാൻ പിച്ചതെൻ്റെ എടുത്തതാ. ഓക്കെ ഞാൻ സൂപ്പറാണോ ഞാൻ കോഫി കൊടുക്കുന്നത്. നിങ്ങൾ ഇത്ര വലിയ കോറ് കാണുന്നു. ഞാൻ വരുമോ? നിങ്ങൾ ഇത്ര വലിയ കോറ്? എടാ നീയൊന്നും പറയണ്ട, ഇത്ര വലിയ കാറെന്ന് പറഞ്ഞേ. അത് ഞാൻ അടുത്തന്നെ ഒന്ന് മോട്ടിച്ചു. അയ്യോ പോലീസ് കൊണ്ടുവന്നു പോലീസ്. രണ്ട് കാറ് മോട്ടിക്കുമോ? ഞാനും വരുമോ? നിന്നെ ചൂച്ചു ചാൾ പിടിക്കട്ടാ. ഞാൻ ചൂച്ചു ചാളിൻ്റെ അടുത്താടാ പോന്നെ. ഞാൻ ചൂച്ചു ചാളിൻ്റെ വായിട്ട് കൊടുക്കും. ഞാൻ ചൂച്ചു ചാളിൻ്റെ കടം തീർക്കാനാണ് പോകുന്നത്. അവിടെ ചൂച്ചു ചാളുണ്ടല്ലോ, അവിടെ തന്നെ ചൂച്ചു ചാളിൻ്റെ പൈസ ഞാൻ ഒരുത്തൻ്റെ അടുത്ത് മോട്ടിച്ചായിരുന്നു. ബാങ്ക് റോബറി. അയ്യോ ബാങ്ക് റോബറി ചെയ്തേ. അത് ടവറും മൈക്കിളും ചെയ്ത് എനിക്ക് കൊണ്ടുവന്നതാ. അയ്യോ ടവറും മൈക്കിളും പണക്കാരല്ലേ, റോബറി ചെയ്താന്ന് ഉണ്ടാക്കിയത്. നീ അറിഞ്ഞില്ലേടാ എൻ്റെ കൂട്ടുകാരൻ റോബറി ചെയ്ത പണക്കാരനായത്. ടവറിനെ ചതിച്ച് ടവറാ അത് റോബറി ചെയ്ത. അവൻ അത് തട്ടിക്കൊണ്ട് പോയി. അവൻ ചത്തൂന്ന് വിചാരിച്ചിരുന്നു ടവർ. അയ്യോ ടവർ പോവല്ല, ടവർ കൊള്ളാത്തതാ. ടവർ കൊണ്ടല്ലേ മോട്ടിച്ച്. മൈക്കിളും എൻ്റെ കൂടെ ഉണ്ട്. പോവളൂ എന്തോടെ കിടക്കുന്നേ. ചൂച്ചു ചാള് തിന്നതാടാ. അയ്യോ പേടിയോത്. എത്ര വലിയൊരു ചോരടി. സെക്യൂരിറ്റി വിളിച്ച് ചൂച്ചു ചാളെ കൊതക. ചൂച്ചാളെ കൊള്ളാം, ഒരു മനുഷ്യന് പോലും പറ്റില്ല. പിന്നെ ഇങ്ങോട്ട് ചൂച്ചു ചാള് ഭയങ്കര ശക്തിയല്ലേ. അറിയത്തില്ലേ, അവൻ്റെ കടം തീർത്തില്ലെങ്കിൽ അവൻ കൊല്ലും. ഞാൻ അവിടെ നിന്ന് മോഷ്ടിച്ചോണ്ട് വന്നേ. മൈക്കിൾ എനിക്ക് കുറച്ച് തന്നായിരുന്നു പൈസ. എന്നെ കൊല്ലണമെന്ന് വിചാരിച്ചു തന്നേട്ടാ. അവൻ തന്നായിരുന്നു. അയ്യോ എനിക്ക് $1 കടമുണ്ട്. ഞാൻ തരാണ്, നീ ഇങ്ങ് തീർത്തേക്ക്. ഇല്ലെങ്കിൽ അവൻ നിന്നെ അങ്ങ് തീർക്കും. ഒരു ചില്ലറയുടെ കടമായാലും തീർക്കും അവൻ. അത്രേ ഉള്ളൂ. അപ്പോൾ $0 ആണെങ്കിലും തീർക്കും. ഇപ്പം നമ്മൾ $1 മേടിച്ചിട്ട് അവൻ്റെ കൈ കൊടുക്കും. അത് അവൻ്റെ കയ്യിൽ നിന്ന് തന്നെ മേടിച്ചിട്ട് കൊടുക്കുമ്പോൾ അവന് ദേഷ്യം കഴിയും. അവൻ തന്നെ നമ്മൾ കൊന്നുകളയും. ഓക്കെ, അത്രേ ഉള്ളൂ. അവനെ പറ്റിച്ച് മേടിക്കുന്നവരെല്ലാം അവൻ തീർക്കും. അവൻ നരസിംഹം. നാനം നരസിംഹം അത്രേ ഉള്ളൂ അവൻ. ഉണന്തോടാ അത് ടയർ കിടക്കുന്നത്. സാറ് അതെടുക്കറിയത്തുള്ളൂ. സാറിലാണ് അവിടെ വിളിച്ചോന്നു. നീ വേറെ അല്ലാടാ, ഞാൻ നിന്നെ വിളിച്ചാന്നോടാ. എന്തോ ഇത് ഈ പണ്ടിൽ? എന്തോ ഇത് ചൂച്ചു ചാളിൻ്റെ ഗുഹയാണോ? അല്ലല്ലോ അത് കണ്ടിട്ട് എന്തോ ഒരു വല്ലാത്ത സാധനം പോലോ. എനിക്ക് തോന്നുന്നു ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹ. അടപ്പ് കണ്ടില്ലേ കൊണ്ടൊക്കെ.
പോടാ മണ്ടത്തരം പറയുന്ന പണക്കാരനാ എന്താ മണ്ടത്തരം. ഞാൻ തോക്കളൊക്കെ പോലെ പോകാൻ അറിയത്തില്ലേ. എന്താണ് പറഞ്ഞേ? ഞാൻ മൈക്കിളിൻ്റെ ഫ്രണ്ടാ. മൈക്കിള് നിങ്ങളെക്കാൾ 100 പണമാണ്. അയ്യോ സോറി സാറ്. അല്ലെങ്കിൽ സാറേന്ന് വിളിക്കണം, അല്ലെങ്കിൽ ബോസ് കേട്ടില്ല. ഓക്കെ ബോസ് സാറേ. ബോസ് സാറേന്ന് വിളിക്കണം. സാറേ അല്ലെങ്കിൽ ബോസൊക്കെ പോയേക്കോ. എന്താണ് എൻ്റെ അടുത്ത് പറഞ്ഞ ബുദ്ധത്തോടെ പോയേക്കാന്ന് പറഞ്ഞു. ഞാനല്ലോടെ പറയുന്നു. ആ സോറി സോറി. നമുക്ക് പെട്ടെന്ന് പോവാം സാർ. ഓക്കേടാ. ഞാനത് പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ ഈ ട്രെയിനിൻ്റെ പുറയിലായിരിക്കും ചൂടാന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ സാർ. എന്താടാ പതുക്കെ ബോച്ചാനെ പോലെ സംസാരിക്കുന്ന ഷിൻചാൻ്റെ കൂട്ടുകാരൻ? അതെനിക്ക് ഇങ്ങനെ വാഴെടുത്തോളൂ സാർ. നല്ല ഷിൻചാനെ ചോദിക്കും. അവർക്ക് പേടിയാണ്, അതുകൊണ്ട് അവരവിടെ ഉണ്ട്. ഷിൻചാനൊക്കെ ഒന്ന് കാണാൻ സാർ. സാർ എന്നാ പാളത്തിൽ കൂടെ പോകുന്നു. ചൂച്ചാടെ മുമ്പിൽ വന്നിരിക്കും. അതിന് തനിയാൻ കട കൊടുത്താൽ പോലും. പിന്നെ അവൻ്റെ ഗുഹയെ പിന്നെ പോകണ്ടല്ലോ. അവനിപ്പം മുമ്പിൽ വന്നിരിക്കും. ഇത് റെയിൽവേ സ്റ്റേഷനാണോ? ഏടാ അസിസ്റ്റൻറ്റ്, ഇത് റെയിൽവേ സ്റ്റേഷനാണോ? അല്ല സാറേ, ഇതെന്തോ വല്ലാത്ത ഫാക്ടറിയാണ്. മയക്കുമരുന്നാണ്. ബാൻഡ് ചെയ്ത മയക്കുമരുന്ന് ഉണ്ടാക്കുന്നത്. എന്താണ് സാർ? ഒന്നുമില്ല സാർ. സാർ മൈക്കിളിൻ്റെ ഫ്രണ്ടാണോ? ആണെന്നാൽ കയറിക്കോ സാർ. വേണ്ട 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 സാർ, കയറിക്കോ സാർ. വേണ്ടെന്ന്. ഓക്കെ സാർ. ഓക്കെ സാർ. പൊയ്ക്കോ സാർ. എന്നാൽ പൊയ്ക്കോ സാർ. ഞാനിവിടെ വെറുതെ നോക്കാൻ വന്നേ ചൂച്ചാട് വരുന്നോന്ന്. ഓക്കെ സാർ. ചൂച്ചാട് പിന്നെ ഭയങ്കര വലിയ ആളല്ലേ സാർ. എന്നെ നെഞ്ചത്ത് കുത്തി. അതുകൊണ്ട് ഞാൻ കുട്ടത് മറച്ചേക്കുക. ഇവിടെ മയക്കമരുന്നുള്ള കച്ചവടം ഉണ്ടോ? ഇല്ല സാറല്ലോ. ഇവിടെ ഉണ്ടല്ലോ. പോലീസിനെ വിളിക്കാം. പോലീസ് പോലീസ് പോലീസ്. യെസ്, ഇവിടെ ചൂച്ചാടിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ചൂച്ചാടിൻ്റെ അടുത്ത് പോകാനുള്ള സമയമായി. ഈ ബ്ലൂ കളർ ഉണ്ടോ? അവിടെ ചൂച്ചാടാണ്. ഓക്കെ. മദ്യപാനം ആരോഗ്യത്തെ ഹാനികരമാണ് കേസ്. എനിക്ക് പറയുള്ളൂ. പോലീസിനെ വിളിക്കണോ? നിങ്ങൾ പറ. ചൂച്ചാടിനെ കാണാൻ വേണ്ടി ചൂച്ചാളോ ഉണ്ട്. അപ്പം പോലും വന്നില്ലേ. എൻ്റെ പാർട്ട് ഞാൻ ഇടാം. ഓക്കെ ബൈ.